ഇവിടെ ഞാനൊരു കഷ്ണം ഇഞ്ചി വെച്ചിരുന്നല്ലോ, അത് എവിടെ പോയാവോ? ബാലേട്ടനെടുത്തോ? ഓ, ആ ഇഞ്ചിയും തിന്നുകൊണ്ടാണല്ലോ ഞാൻ കാലത്ത് ഇവിടുന്ന് പോയത്. വഴിയിലൊരാൾ എന്നോട് ചോദിക്കുകയും ചെയ്തു, മുഖം എന്താ ഇഞ്ചി കടിച്ച പോലെ ഇരിക്കുന്നതെന്ന്. അല്ല, മീൻ കൊണ്ടുവന്നില്ലേ? ജംഗ്ഷനിലെത്തിയപ്പോ മീനൊന്നും കണ്ടില്ല. എന്നിട്ട് പച്ചക്കറി വാങ്ങിച്ചോ? അത് ഞാനിന്ന് ഇത്തിരി കോഴിക്കറി വെച്ചാലോ എന്ന് ആലോചിച്ചു. അപ്പൊ കോഴിയെ വാങ്ങിച്ചോ? കോഴി അവിടെ ഇവിടെ നമ്മൾ വളർത്തുന്ന കോഴിയോ? ലോകത്തുള്ള എല്ലാ കോഴികളെയും ആരെങ്കിലും ഒക്കെ വളർത്തുന്നതല്ലേ ദേവി? അത് നടപ്പില്ല. ഈശ്വര, പിള്ളേർ ഉച്ചയ്ക്ക് വിശന്ന് വരുമ്പോ എന്നെടുത്തു കൊടുക്കും. നിനക്ക് പിള്ളേരോടോ കോഴികളോടോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് എനിക്കിപ്പോ അറിയണം. രണ്ടും എനിക്ക് ഒരുപോലെയാ. അപ്പൊ രക്ഷയില്ല. അല്ല, കാലത്ത് ഞാനൊരു കാര്യത്തിന് പോയിട്ട് അതെന്തായി, വായ്പ കിട്ടിയോ ഇല്ലയോ എന്നൊരു വാക്ക് ചോദിക്കാത്തത്? കിട്ടില്ലെന്ന് പോകുമ്പോഴേ അറിയാലോ. കൈക്കൂലിയെ പറ്റി എഴുതിയത് വായിച്ച് അങ്ങേര് തെറി വിളിച്ചു കാണും. നീ ആള് കൊള്ളാലോ. അത് വെട്ടിക്കളയാൻ ഞാൻ പറഞ്ഞതല്ലേ. ഇത്ര ഗുരുതരാവും ഞാൻ വിചാരിച്ചില്ല. വെറും പൊട്ടനാ ബാലേട്ടൻ. പോക്കറ്റ് കാലിയാ, അതാ മീൻ വാങ്ങാതെ പോകുന്നത് അല്ലേ? അടുത്ത കടയിൽ ആരോടെങ്കിലും ഒരു 10 രൂപ കടം വാങ്ങിച്ചൂടായിരുന്നോ? വാങ്ങിക്കില്ലല്ലോ, അഭിമാനിയല്ലേ. ഇവിടെ പരിപ്പുണ്ടോ? ഇരിപ്പില്ല. പയറുണ്ടോ? പലചരക്ക് കടയിൽ നിന്ന് വല്ലതും വാങ്ങിച്ചിട്ട് ദിവസം എത്രയെന്ന വിചാരം? തേങ്ങയുണ്ടോ? അരമുറി കാണും. ആ, അത് വെച്ചൊരു ചമ്മന്തി അരച്ച. ശ്രീദേവേച്ചി, ചട്ടി. വേറെ ചട്ടി കിട്ടിഷൊന്നേ. ചമ്മന്തി ചട്ടി കൊണ്ട് അരയ്ക്കാൻ പറ്റില്ലല്ലോ. അശോക് രാജിന്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് അച്ഛൻ വാക്ക് പറഞ്ഞോ ഇല്ലയോ, അതാ പിള്ളേര് ചോദിക്കുന്നത്. 3 നാളും രാത്രി ജലപാനം കഴിച്ചിട്ടില്ല. പാവങ്ങള് തളർന്നുറങ്ങി. എന്റെ ദേവി, ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാനൊരു ദിവസം ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു നോക്കി, ഏതൊരുത്ത് ഫോൺ എടുത്തിട്ട് ഭയങ്കര തെറി. ആണോ? കൂട്ടുകാരനാണെന്ന് പറയായിരുന്നില്ലേ? അശോക് രാജിന്റെ അച്ഛനാണെന്ന് വരെ പറഞ്ഞിട്ട് അവിടെ ആളുകൾ വിളിക്കുന്നുണ്ട്. അത്ര പുലിവാല് പിടിച്ച പോലായി. ഞാനൊരു കാര്യം ചോദിച്ച സീരിയസ് ആയിട്ട് മറുപടി പറയണം. എന്ത് കാര്യം? ഈ ഷൂട്ടിംഗ് കഴിയുന്നത് വരെ നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിച്ചു താമസിക്കാം. ഞാൻ ആകെ പെട്ടിരിക്കുക. അപ്പൊ നമ്മുടെ ആടുകളും കോഴികളും? അതിനെയൊക്കെ കൊന്ന് ഇറച്ചിയാക്കി ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് കറിവെച്ച് കൂട്ടാം. ഷൂട്ടിംഗ് കഴിയുന്നതുവരെ ഒളിച്ചു താമസിച്ചാലും ഇവിടേക്ക് മടങ്ങി വരണ്ടേ? ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? നിങ്ങളുടെ അടുപ്പത്തെ പറ്റി ഞാൻ എന്തൊക്കെയാ ആളുകളോട് പറഞ്ഞിട്ടുള്ളത്? എന്ത് പറഞ്ഞു? ആ പറഞ്ഞതൊക്കെ ഓർത്ത് എനിക്കിപ്പോ പേടിയാവോ. ആളുകൾ തൊലി ഉരിക്കും. എന്തിനു നീ അങ്ങനെയൊക്കെ പറയാൻ പോയി? ബാലേട്ടൻ ഫോൺ വിളിക്കാനൊന്നും പോണ്ട. അയാൾക്ക് ബാലേട്ടനെ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കുകയും വേണ്ട. അയാളൊരു മനുഷ്യനല്ലേ. ഷൂട്ടിംഗ് സ്ഥലത്ത് എന്ന് എങ്ങനെങ്കിലും നേരിക്കണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറ. എനിക്കൊരു പിടിയുമില്ല. നീ ആ ലൈറ്റ് ഓഫ് ചെയ്യ്. ഇന്നെങ്കിലും ഇത്തിരി ഉറക്കം കിട്ടുമെന്ന് നോക്കട്ടെ.